NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ലോക്സഭാ മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. അനിൽ ആന്റണിയാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനയുടെ ആക്രമണം ജില്ലയുടെ പല മേഖലകളിലും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചു. ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു യുവാവിന് പരിക്കേറ്റു. ചികിത്സയിലാണ് അദ്ദേഹം. ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ നിലപാട് എന്താണ്? ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിനെ രാവിലെ പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി സന്ദർശിച്ചിരുന്നു. ഇത് അദ്ദേഹം അതുപോലെ ചുറ്റുമുള്ള ഒരുപാട് പേർ, അതുപോലെ ഈ മണ്ഡലത്തിൽ വന്ന സമയം തൊട്ട് ഒരുപാട് പേർ പറയുന്നത് ഈ മണ്ഡലത്തിൽ ഇത് വളരെ ഫ്രീക്വൻ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണെന്നാണ്. ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം സസ്റ്റൈനബിൾ അല്ലാത്ത ഡെവലപ്മെൻറ്റ് രീതികൾ, അതുപോലെ തന്നെ ഇന്ന് വന്യമൃഗങ്ങൾക്കൊക്കെ കാട്ടിനകത്ത് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാത്ത അവസ്ഥ, അതൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ ഏതാനും മാസങ്ങൾ മുമ്പ് 1-2 മാസം മുമ്പ് കേന്ദ്രമന്ത്രി ശ്രീ ഭൂപേന്ദർ യാദവ്ജി ഇവിടെ വന്നിരുന്നു. അപ്പം ഇവിടുത്തെ കർഷകർക്കും ഇതുപോലെ ഈ കാട്ടുപന്നികൾ അതുപോലെ പല മൃഗങ്ങളുടെയും ശല്യം ഒരുപാടുണ്ടെന്ന് അദ്ദേഹത്തിനോട് അവർ പറഞ്ഞു. അന്ന് ഭൂപേന്ദർ യാദവ്ജി പറഞ്ഞത്, അതായത് ഇത് സംസ്ഥാന സർക്കാരിന് ഇതിനെ നേരിടാനുള്ള എല്ലാവിധ പിന്തുണയും കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് ഈ ആനകളുടെ പ്രശ്നമൊക്കെ അതൊക്കെ തീർച്ചയായിട്ടും കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ, അതായത് കാട്ടിനകത്ത് തന്നെ മൃഗങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും എല്ലാം കിട്ടുന്ന രീതിയിൽ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഓരോ പദ്ധതികൾ പല സംസ്ഥാനങ്ങളിലും നമ്മൾ നടപ്പാക്കുന്നുണ്ട്. അത് കേരളത്തിലും നടപ്പാക്കാൻ തീർച്ചയായിട്ടും നമ്മൾ സംസ്ഥാന സർക്കാരിന് എല്ലാ പിന്തുണയും നൽകും. അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഇന്ന് പത്തനംതിട്ടയുടെ ഒരു ജനപ്രതിനിധിയാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ അത് ഏറ്റവും പ്രൈമറി പ്രയോറിറ്റീസിലൊന്നായിട്ട് ഞാൻ പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം സംബന്ധിച്ച് UDFും LDFും പരസ്പരം ജില്ലാ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം തോമസ് ഐസക് കൊടുത്തിരുന്നു. ആന്റണിക്കും ഇന്നലെ ആന്റണിക്കെതിരായിട്ട് LDFും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ ഒരു നിലപാട് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ വളരെ വ്യക്തമായി നിയമങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് പാലിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരും, അത് ജനറൽ നമ്മുടെ സജഷൻ അതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ശ്രീ തോമസ് ഐസക്, അദ്ദേഹം വർഗീയത സമൂഹത്തിൽ കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയിലുള്ളൊരു പരാമർശമാണ് നടത്തിയത്. ഇപ്പോൾ ഈ മണ്ഡലത്തിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ അധികം റിലീജിയസ് ഇഷ്യൂസിലേക്ക് അല്ലെങ്കിൽ തന്നെ ഞാൻ അധികം പോകാറില്ല. എങ്കിലും അദ്ദേഹം അന്ന് പൂഞ്ഞാറിലൊരു വിഷയത്തിനെ കുറിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ പൂഞ്ഞാറിൽ അന്ന് നടന്ന എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോൾ അത് തെമ്മാടിത്തരമാണെന്ന് കേരള മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. ആക്രമിച്ചവർ തെമ്മാടികളാണെന്ന് കേരള മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സിനാരിയോയിൽ പോലും മണി അടിച്ചവരെ കലാപകാരികളായി ചിത്രീകരിക്കാനും അതുപോലെ ഒരു സമൂഹത്തിലുള്ള തീവ്ര മനോഭാവമുള്ള ചിലവരെ വെള്ളപൂശാനുമാണ് ന്യൂനപക്ഷ വോട്ടുകൾക്ക്, ഒരു പ്രത്യേക തരത്തിലുള്ള വോട്ടുകൾക്ക് വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ശ്രീ തോമസ് ഐസക് ശ്രമിച്ചത്. അത് തീർച്ചയായിട്ടും അത് നല്ലൊരു പ്രവണതയല്ല. പിന്നെ ഇത് രണ്ട് സ്ഥാനാർത്ഥികളും വർഗീയത കുത്തിവെക്കാൻ വേണ്ടി നിരന്തരം ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് എങ്ങനെ ജാതിയും മതമൊന്നുമില്ല. നമ്മൾ മോദിജിയുടെ അതേ സങ്കല്പം തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും ഉള്ളത്. അതായത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾ, കേരളത്തിലെ എല്ലാവരും, പത്തനംതിട്ടയിലെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുക, ഒരു വികസിത രാഷ്ട്രമാകുക, വികസിത സംസ്ഥാനമാകുക, വികസിത ജില്ലയാകുക, ഇതിനുവേണ്ടിയാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ചട്ടലംഘനം നടത്താതെ പ്രചരണം നടത്തണമെന്നാണ് എൻ്റെ നിർദ്ദേശം.